ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന AI എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിന്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ ആൻഡ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഓഫീസർ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷന്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ഇതൊരു കോൺട്രാക്ച്വൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും ഓർ ഫിക്സഡ് ടൈം അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. 5 വർഷത്തേക്കായിരിക്കും നിയമനം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോസസ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് ആണ്. ആദ്യം റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ടാവും. ഈ 2 കാര്യങ്ങളാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ പ്രധാന 2 ഘട്ടങ്ങൾ. റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ നമ്പർ ഓഫ് വേക്കൻസി 1 ഡൽഹിയിലാണ്, 1 ഹൈദരാബാദിലും, 1 നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തും. 47,625 റുപ്പീസാണ് മന്ത്ലി സാലറി. നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് സൂപ്പർവൈസർ സെക്യൂരിറ്റി 20 പോസ്റ്റ് ഡൽഹിയിലാണ്, 13 പോസ്റ്റ് മുംബൈയിലും, 12 നാഗ്പൂരിലും, 11 കൊൽക്കത്തയിലും, 10 പോസ്റ്റ് തിരുവനന്തപുരത്തുമുണ്ട്, 5 ഹൈദരാബാദിലും, 2 ചെന്നൈയിലും ഉണ്ടാവും. അങ്ങനെ ആകെ മൊത്തം 76 ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. സാലറി ആയിട്ട് 27,940 റുപ്പീസ് ടോട്ടൽ ഗ്രോസ് സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാക്കൻസീസ് ആണ്. റിസർവേഷൻ അപ്ലിക്കബിൾ ടു SC, ST, OBC, EWS. റിസർവേഷൻ അപ്ലിക്കബിൾ ഫോർ എക്സ് സർവീസ് ഓൾസോ. നോ റിസർവേഷൻ അപ്ലിക്കബിൾ ഫോർ PWD കാൻഡിഡേറ്റ്സ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ 3 ഇയർ ഡ്യൂറേഷൻ ആയിരിക്കണം. മസ്റ്റ് പോസസ് BCAS ബേസിക് VSEC സർട്ടിഫിക്കറ്റ് വിത്ത് മിനിമം 3 months വാലിഡിറ്റി ആസ് ഓൺ 1/11/2024. BCS സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും പരിഗണന കൂടുതൽ. എന്നാലും നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ റോഡ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, NCC സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് വേണ്ട കുറേ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ഹാവ് 5 year സെക്യൂരിറ്റി സൂപ്പർവൈസറി എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് സൂപ്പർവൈസർ സെക്യൂരിറ്റി വിങ് ആണ്. എക്സ്പീരിയൻസും കൂടി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BCAS സർട്ടിഫിക്കറ്റും കൂടി ഇതിൽ ബാധകമാണ്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് 3 year ഡ്യൂറേഷൻ, അതാണ് എലിജിബിലിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പ്രിഫറബിൾ ക്വാളിഫിക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ നോളജ്, NCC സർട്ടിഫിക്കറ്റ്, അതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതുകൂടാതെ സൂപ്പർവൈസർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഗ്രാജുവേറ്റ്, ഫ്രഷർ ഓർ എക്സ് സർവീസ്മെൻ്റെ ക്വാളിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാജുവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ BCAS സർട്ടിഫിക്കറ്റും കൂടി ചോദിച്ചിട്ടുണ്ട്. ST, SC, OBC, EWS കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായ റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ബി അപ്പോയിൻറ്റഡ് ഓൺ ഫിക്സഡ് ടൈം കോൺട്രാക്ട് ഫോർ എ പീരീഡ് ഓഫ് 5 years. അതായത് 5 വർഷത്തേക്കാണ് കരാറടിസ്ഥാനത്തിലുള്ള നിയമനം. ഇവിടെ അപ്പർ ഏജും കൊടുത്തിട്ടുണ്ട്. അപ്പർ ഏജ് ഫോർ റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ 40 years ആണ്. അസിസ്റ്റന്റ് സൂപ്പർവൈസർക്ക് 35 years ആണ് അപ്പർ ഏജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പർ ഏജ് റിലാക്സബിൾ ബൈ SC കാൻഡിഡേറ്റ് 5 years, OBC കാൻഡിഡേറ്റ് 3 years ആണ് കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഫീമെയിൽ മിനിമം 154.5 cm, മെയിൽ 163 cm കൊടുത്തിട്ടുണ്ട്. അതിലും 2.5 റിലാക്സേഷൻ ഉണ്ട്. റെന്യൂമറേഷനായിട്ട് റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലഭിക്കുക 47,625 രൂപയും അസിസ്റ്റന്റ് സൂപ്പർവൈസർക്ക് 27,940, അതുകൂടാതെ 2,000 രൂപ അഡീഷണൽ അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ജോലിയിൽ പ്രവേശിച്ച ഉടനെ എഗ്രിമെന്റ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ ബേസിക് AVSEC റിഫ്രഷർ കോഴ്സും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. മാക്സിമം 3 ചാൻസിനുള്ളിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ടറിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. In case of fresh graduate or serving contract will be prematurely terminated if the candidate failed to qualify basic refresher course. Next one selection procedure ആണ്. ഇതൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫായിട്ട് പോസ്റ്റലായോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായോ അല്ലെങ്കിൽ കൊറിയറായോ നിങ്ങൾ ഇത് അയക്കേണ്ടതാണ്. ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എൻവലപ്പിന് മുകളിലായിട്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഓഫീസർ. അതുകൂടാതെ കാൻഡിഡേറ്റ്സിന് ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അഡ്രസ് ഓഫ് ദ റിസീവർ കൊടുത്തിട്ടുണ്ട്. ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ AI എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് CRA ബിൽഡിംഗ്, സഫ്ര എയർപോർട്ട് കോംപ്ലക്സ്. അപ്പോൾ ഈ അഡ്രസ്സിലേക്കായിരിക്കണം നിങ്ങൾ പോസ്റ്റലായിട്ട് ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത്. ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 24th September 2024 ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ അയക്കുക. അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഡെംനിറ്റി ബോണ്ട്. 1.5 lakhിൻ്റെ ഇൻഡെംനിറ്റി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് 3 വർഷത്തിനുള്ളിൽ ബിഫോർ ബീങ് നോമിനേറ്റഡ് ഫോർ ദ ബേസിക് AVSEC സർട്ടിഫിക്കറ്റ് കോഴ്സ്. അടുത്തതായി പറയാൻ പോകുന്ന കാര്യം SC ST കാൻഡിഡേറ്റ്സിനുള്ള ട്രാവലിംഗ് അലവൻസ് റീഫണ്ടിനെ കുറിച്ചാണ്. SC ST കാൻഡിഡേറ്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ്, റെയിൽവേ ടിക്കറ്റ്
ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള പെർമനന്റ് അഡ്രസ്സ് മുതൽ സ്കിൽ ടെസ്റ്റിന് എത്തേണ്ട അഡ്രസ്സ് വരെയുള്ള റെയിൽവേ ടിക്കറ്റ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. ഓൺ പ്രൊഡക്ഷൻ ഓഫ് ഒറിജിനൽ റെസിപ്റ്റ്സ്. അടുത്തതായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആപ്ലിക്കേഷൻ ഫോമിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇൻ ഒറിജിനൽ ടു ബി അറ്റാച്ച്ഡ് വിത്ത് ആപ്ലിക്കേഷൻ. 10th മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് പാസിംഗ് സർട്ടിഫിക്കറ്റ്. 12th സർട്ടിഫിക്കറ്റ്, ഡിഗ്രി മാർക്ക് ഷീറ്റ്, പാസിംഗ് സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ്, BCAS ബേസിക് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് മെൻഷൻ പ്രിഫറബിൾ ക്വാളിഫിക്കേഷൻ, NCC വാലിഡ് BCAC സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് എക്സ് സർവീസ്മെൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് സർട്ടിഫിക്കറ്റ്. അതുകൂടാതെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങൾക്ക് മേൽ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തുകൊണ്ട് അയക്കേണ്ടതാണ്. നമ്മൾ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്നതാണ്. അതിനായിട്ട് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പായി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ സേവനം സൗജന്യമാണ്. എല്ലാവർക്കും ഞങ്ങൾ അപ്ലൈ ചെയ്ത് തരുന്നതാണ്. ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും.